കരാറുകാർക്ക് കോടികളാണ് ലഭിക്കാനുള്ളതെന്നും റോഡുകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. റോഡുകളിൽ കുഴിയടയ്ക്കുന്നതിനായി ഒരു തരത്തിലുള്ള സംവിധാനവുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കരാറുകാർക്ക് വൻ കുടിശ്ശികയാണ് സാർ. പല കരാറുകാരും ഒന്നിലധികം വർക്കെടുത്ത ആളുകൾ ഏതെങ്കിലും ഒരു വർക്ക് മാത്രം ചെയ്ത് നിൽക്കുകയാണ്, മറ്റേ വർക്ക് എടുക്കുന്നില്ല. കാരണം അവർക്ക് കോടികൾ പലതരത്തിൽ നിന്ന്, LSTDയിൽ നിന്ന്, PWDയിൽ നിന്ന്, കിഫ്ബിയിൽ നിന്ന് കോടികളാണ് കരാറുകാർക്ക് ലഭിക്കാനുള്ളത്. ഇടപെട്ട കാര്യം നല്ലത്. നിരന്തരമായ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലൂടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തിരുവനന്തപുരത്തുനിന്നൊരു കാർ എറണാകുളത്തെത്താൻ 7 മണിക്കൂർ 8 മണിക്കൂർ എടുക്കുകയാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഹൈവേ തീരുന്നത് വരെ അങ്ങനെ പോയാൽ മതിയോ? അപ്പോൾ അതിന് ബദൽ സംവിധാനം സംസ്ഥാന സർക്കാർ ഇടപെടണം സാർ. അതുപോലെ കുഴി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ഒരു ആധുനികമായ ശാസ്ത്രീയമായ ഒരു സംവിധാനമില്ല. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു നിയമസഭയിൽ നിന്ന്. വിഷ്ണു, ഇതൊരു വലിയ ഗുരുതര ജനകീയ പ്രശ്നമായി മാറിയിട്ടുണ്ട്, റോഡിലെ കുഴികൾ. എന്തായാലും കേരള വിഷൻ ന്യൂസ് ഇന്നാവാ കുഴി അടയ്ക്കാം എന്ന പേരിലുള്ള വാർത്താ പരമ്പര തന്നെ ഇതിന്റെ പേരിൽ ഇത് അടിസ്ഥാനമാക്കി ചെയ്തിരുന്നു. ഈ വിഷയം ഇപ്പോൾ നിയമസഭയിലും പ്രതിപക്ഷം എത്തിച്ചിരിക്കുന്നു. എന്താണ് പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചതിലൂടെ എന്തിനാണ് ശ്രമിച്ചത്? ഭരണപക്ഷത്തിന്റെ മറുപടി എന്തായിരുന്നു? ഫിജി, സംസ്ഥാനത്തെ റോഡുകളുടെ പ്രശ്നം നേരത്തെ തന്നെ എല്ലാവരും അറിഞ്ഞ ഒരു സംഭവം തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഒക്കെയും കൃത്യമായി നടക്കാത്ത ഒരു സാഹചര്യം, അതിൽ ജനങ്ങൾക്ക് വലിയൊരു പരാതി തന്നെ ഉണ്ടായിരുന്ന ഈ ഒരു ഘട്ടത്തിലാണ് പ്രതിപക്ഷം ഇന്ന് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെ ഈ റോഡുകളുടെ ഗതാഗത യോഗ്യമാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നജീബ് കാന്തപുരം MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. റോഡുകളുടെ കുഴികളിൽ വീണ് സ്ത്രീകൾ പ്രസവിക്കുകയും ഗർഭമലസുകയുമാണെന്ന് നജീബ് കാന്തപുരം ആരോപിച്ചു. അഡ്വഞ്ചർ പാർക്കിൽ പോയതുപോലെയാണ് സംസ്ഥാനത്തെ റോഡുകളിലൂടെയുള്ള യാത്രയെന്നും അദ്ദേഹം പരിഹസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു സാഹചര്യത്തിലും ഈ റോഡുകളിൽ കൂടി ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെന്നാണ് വ്യക്തമാക്കിയത്. റോഡ് നിർമ്മാണത്തിന് മാത്രമല്ല, റോഡ് പരിപാലനത്തിനും മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് തിരിച്ച് മറുപടി നൽകിയത്. റോഡുകളിൽ ഭൂരിഭാഗവും ഗതാഗത യോഗ്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. ചൊറിയുമ്പോൾ മാന്തുന്നത് സ്വാഭാവികമെന്ന് പ്രതിപക്ഷത്തോട് മന്ത്രി പരിഹസിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ റോഡുകൾ കുഴിയെടുക്കുന്ന കാര്യം, റോഡ് പണി നടക്കുന്നതിന് ശേഷം റോഡിൽ വീണ്ടും കുഴിയെടുക്കുന്നതിനെ കുറിച്ച് മന്ത്രിയോട് ചോദിച്ച സാഹചര്യത്തിൽ മന്ത്രി ഒരു പരിഹാസ രൂപേണ അറിയിച്ചിരുന്നു. കൂടോത്രത്തിനും റോഡ് കുഴിക്കുന്ന സാഹചര്യമുണ്ടെന്നാണ്. അത്തരത്തിലുള്ള പരിഹാസമെല്ലാം നിലനിൽക്കുമ്പോഴാണ് റോഡുകൾ പരിതാപകരമായ അവസ്ഥയിലാണ് തുടരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തോന്നിയതുപോലെ നടക്കുന്നുവെന്നും വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലെന്നുമാണ് അദ്ദേഹം വി ഡി സതീശൻ വ്യക്തമാക്കിയത്. എന്നാൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇല്ലെന്നുള്ള കാര്യം അത് സമ്മതിച്ചു തരാൻ സാധിക്കില്ല എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. വകുപ്പുകൾക്ക് ഏകോപനമുണ്ട്, കൃത്യമായ നടപടികൾ ശ്രദ്ധിച്ചു ചെയ്യുന്നുണ്ട്. അത് ഏതായാലും തുടർന്നുള്ള സാഹചര്യത്തിലും ഇനി ഉണ്ടാവും. റോഡുകൾ വളരെ വേഗത്തിൽ തന്നെ ശരിയാക്കും. ഗ്രാമീണ റോഡുകൾക്കും വേണ്ട യാത്രാ യോഗ്യത ഉണ്ട്. എല്ലാ റോഡുകളും PWയുടെ കീഴിൽ മാത്രമല്ല, അതോടൊപ്പം പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ മാത്രമല്ല, PWയുടെ കീഴിലുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ റോഡുകളെയും അങ്ങനെ തള്ളി പറയാൻ സാധിക്കില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡുകളെല്ലാം കൃത്യമായി പണി പൂർത്തിയായി വരുന്നു. NH66 അടക്കമുള്ള റോഡുകൾ പണി കഴിപ്പിച്ച് വരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ച ഒരു സാഹചര്യമാണ്. കൃത്യമായ ഒരു മറുപടി ഇതിൽ നൽകിയെന്നാണ് വിശദീകരണം. ഏതായാലും ഇതിന് പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ശരി വിഷ്ണു. നല്ല നിലവാരത്തിലുള്ള ധാരാളം റോഡുകൾ കേരളത്തിലുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ കുണ്ടും കുഴിയുമാണ്. ഇതിന് പരിഹാരം തേടാൻ ശ്രമിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പര. നവ കുഴിയടയ്ക്കാം.